Hi friends, welcome to the audio sessions of Kerala PSC Online Guruji YouTube channel. This is Rohit and we are discussing Indian history. In the previous class, we have discussed about some of the political organization, socio-political organization, and today we are discussing about some of the Renaissance movements and religious movements. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ള ചില സംഘടനകളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ. ഇന്ന് നമ്മൾ നവോത്ഥാനപരമായിട്ടും മതപരമായും രൂപം കൊണ്ട ചില സംഘടനകളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ബിഫോർ ഗോയിങ് ടു ദ ടോപ്പിക്, ഹൂ ഈസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്? ഹൂ ഈസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്? രാജാറാം മോഹൻ റോയ്. Rajaram Mohan Roy is considered as the father of Indian Renaissance and the hometown or the cradle of Indian Renaissance. The hometown or cradle of Indian Renaissance, West Bengal. West Bengal is the cradle or the hometown of Indian Renaissance. So we can start with some of the earlier movements. The first one is Swami Narayan movement. Swami Narayan movement. It was formed in 1802 in Gujarat by Sahajanand or Ghanshyam Pandey. Swami Narayan movement formed in 1802 in Gujarat by Swami Sahajanand, otherwise known as Ghanshyam Pandey. നമ്മുടെ റിനൈസൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം രണ്ട് ചോദ്യങ്ങളുണ്ട് റിനൈസൻസിൽ നിന്ന് വരുന്നത്. ഇന്ത്യൻ റിനൈസൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്. ഇനി ഇന്ത്യൻ റിനൈസൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ കളിത്തൊട്ടിൽ ജന്മഗേഹം എന്നൊക്കെ അറിയപ്പെടുന്നത് വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാളാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ജന്മഗേഹം, കളിത്തൊട്ടിൽ എന്നൊക്കെ പറയുന്നത് വെസ്റ്റ് ബംഗാളാണ്. അപ്പോൾ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ജന്മഗേഹം എന്നറിയപ്പെടുന്നത് വെസ്റ്റ് ബംഗാളാണ്. ഇനി നമ്മൾ സംഘടനകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ സംഘടന സ്വാമി നാരായൺ മൂവ്മെന്റ് എന്നാണ്. സ്വാമി നാരായൺ മൂവ്മെന്റ് 1802 ഗുജറാത്തിലാണ് സ്വാമി നാരായൺ മൂവ്മെന്റ് രൂപം കൊള്ളുന്നത്. 1802 ഗുജറാത്തിലാണ് സ്വാമിനാരായൺ മൂവ്മെന്റ് രൂപം കൊള്ളുന്നത്. ഇതിന് നേതൃത്വം കൊടുത്തത് സ്വാമി സഹജാനന്ദ്. അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് ഘൻശ്യാം പാണ്ഡെ. സ്വാമി സഹജാനന്ദ് അല്ലെങ്കിൽ ഘൻശ്യാം പാണ്ഡെ. ഇപ്പോ സ്വാമിനാരായൺ മൂവ്മെന്റ് 1802 ഗുജറാത്തിലാണ് രൂപം കൊള്ളുന്നത്. നേതൃത്വം കൊടുത്തത് സ്വാമി സഹജാനന്ദ് അല്ലെങ്കിൽ ഘൻശ്യാം പാണ്ഡെ. നെക്സ്റ്റ് വൺ ഈസ് ആത്മീയ സഭ. ആത്മീയ സഭ ഫോംഡ് ഓൺ 1815 ഇൻ കൽക്കട്ട ബൈ രാജാറാം മോഹൻ റോയ്. അടുത്തത് ആത്മീയ സഭയാണ്. ആത്മീയ സഭ 1815 കൽക്കട്ടയില് രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചതാണ്. ആത്മീയ സഭ 1815 കൽക്കട്ടയില് രാജാറാം മോഹൻ റോയ് ആണ് സ്ഥാപിച്ചത്. നെക്സ്റ്റ് വൺ ഈസ് സത്നാമി മൂവ്മെന്റ്. സത്നാമി മൂവ്മെന്റ് ഫോംഡ് ഓൺ 1820 ഇൻ ഛത്തീസ്ഗഡ് റീജിയൻ ബൈ ഘാസിദാസ്. Satnami movement formed on 1820 in Chhattisgarh region by Ghasidas. അടുത്തതാണ് സത്നാമി മൂവ്മെന്റ്. സത്നാമി മൂവ്മെന്റ് 1820 ഛത്തീസ്ഗഡ് പ്രദേശത്ത് ഘാസിദാസ് ആണ് സ്ഥാപിച്ചത്. സത്നാമി മൂവ്മെന്റ് 1820 ഛത്തീസ്ഗഡ് പ്രദേശത്ത് ഘാസിദാസ് ആണ് രൂപീകരിച്ചത്. നെക്സ്റ്റ് one is an important one, the Brahma Sabha or Brahmo Samaj.
The Brahma Sabha formed on 1828 in Calcutta by Rajaram Mohan Roy. The Brahma Sabha formed on 1828 in Calcutta by Rajaram Mohan Roy. Later in 1830, the Brahma Sabha renamed as Brahmo Samaj. In 1830, Brahma Sabha renamed as Brahmo Samaj. In 1866, Brahmo Samaj divided into Adi Brahma Samaj under the leadership of Devendranath Tagore and Brahma Samaj of India under the leadership of Keshav Chandra Sen. In 1866, the Brahma Samaj divided into Adi Brahma Samaj under the leadership of Devendranath Tagore and Brahma Samaj of India under the leadership of Keshav Chandra Sen in 1866. And later in 1878, the Adi Brahma Samaj again divided into Sadharan Brahma Samaj under the leadership of Ananda Mohan Bose and Shivanarayan Shastri. In 1878, Adi Brahma Samaj again divided into Sadharan Brahma Samaj under the leadership of Ananda Mohan Bose and Shivanarayan Shastri. So, the Brahmo Sabha or the Brahmo Samaj formed in 1828, and in 1830 the Brahma Sabha renamed into Brahmo Samaj. In 1866, Adi Brahma Samaj and Brahmo Samaj of India formed. In 1878, Sadharan Brahma Samaj formed from Adi Brahma Samaj. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ബ്രഹ്മസഭ അല്ലെങ്കിൽ ബ്രഹ്മസമാജം. 1828 കൽക്കട്ടയിൽ രാജാറാം മോഹൻ റോയ് തന്നെയാണ് ബ്രഹ്മസഭ രൂപീകരിച്ചത്. 1828 കൽക്കട്ടയിലാണ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസഭ സ്ഥാപിച്ചത്. 1830 ബ്രഹ്മസഭ അതിന്റെ പേര് മാറ്റി ബ്രഹ്മസമാജം എന്നാക്കി മാറ്റി, ബ്രഹ്മോ സമാജ്. 1830 അത് പേര് മാറി ബ്രഹ്മസമാജ് എന്നായി മാറി. 1866 അത് രണ്ടായി പിളർന്നു. ആദി ബ്രഹ്മസമാജം, ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ എന്നിങ്ങനെ രണ്ടായിട്ട് പിളർന്നു ബ്രഹ്മസമാജം. അതിൽ ആദി ബ്രഹ്മസമാജിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. ആദി ബ്രഹ്മസമാജിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യക്ക് നേതൃത്വം നൽകിയത് കേശവ ചന്ദ്ര സെന്നാണ്. ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യക്ക് നേതൃത്വം നൽകിയത് കേശവ ചന്ദ്ര സെന്നാണ്. ഇനി 1878 ആദി ബ്രഹ്മസമാജം വീണ്ടും പിളർന്ന് സാധാരൺ ബ്രഹ്മസമാജ് എന്നൊരെണ്ണം കൂടെ രൂപപ്പെട്ടു. 1878 ആദി ബ്രഹ്മസമാജം പിളർന്ന് സാധാരൺ ബ്രഹ്മസമാജ് എന്ന മൂന്നാമതൊരു വിഭാഗം കൂടി രൂപപ്പെട്ടു. അതിന് നേതൃത്വം നൽകിയത് ആനന്ദ മോഹൻ ബോസും ശിവനാരായൺ ശാസ്ത്രിയുമാണ്. 1878 സാധാരൺ ബ്രഹ്മസമാജം രൂപം കൊണ്ടത്. അപ്പോൾ ബ്രഹ്മസഭ അല്ലെങ്കിൽ ബ്രഹ്മസമാജം ആദ്യമായി രൂപം കൊള്ളുന്നത് 1820 കൽക്കട്ടയിലാണ്. സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. 1830 ബ്രഹ്മസഭ എന്തായി മാറുന്നു? ബ്രഹ്മസമാജമായി മാറുന്നു. 1866 അത് എത്രയായി പിരിയുന്നു? രണ്ടായി പിരിയുന്നു. ആദി ബ്രഹ്മസമാജം ആരുടെ നേതൃത്വത്തിലാണ്? ദേവേന്ദ്രനാഥ ടാഗോറിന്റെ. രണ്ടാമത്തെ വിഭാഗം ഏതായിരുന്നു? ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ. അതിന് നേതൃത്വം കൊടുത്തത് കേശവചന്ദ്ര സെന്ന ആയിരുന്നു. ഇനി 1878 ആദി ബ്രഹ്മസമാജത്തിൽ നിന്ന് വീണ്ടും എന്ത് രൂപപ്പെട്ടു? സാധാരൺ ബ്രഹ്മസമാജം രൂപപ്പെട്ടു. അതിന് നേതൃത്വം നൽകിയത് ആനന്ദ മോഹൻ ബോസും ശിവനാരായൺ ശാസ്ത്രിയുമായിരുന്നു. Next one was the Young Bengal movement during the period of 1820 to 1830. The Young Bengal movement during the period of 1820-1830 by Henry Vivian Derozio in Calcutta. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ആണ് യങ് ബംഗാൾ മൂവ്മെന്റ്. 1820, 1830 കാലഘട്ടത്തിൽ കൽക്കട്ട കേന്ദ്രീകൃതമായി രൂപം കൊണ്ട സംഘടനയാണ് യങ് ബംഗാൾ മൂവ്മെന്റ്.
യങ് ബംഗാൾ മൂവ്മെന്റ് നേതൃത്വം നൽകിയത് ഹെൻറി വിവിയൻ ഡെറോസിയോ ആയിരുന്നു. ഹെൻറി വിവിയൻ ഡെറോസിയോ 1820 1830 കാലഘട്ടത്തിൽ കൽക്കട്ട കേന്ദ്രീകൃതമാക്കി രൂപം കൊണ്ട സംഘടനയാണ് യങ് ബംഗാൾ മൂവ്മെന്റ്. അതിന് നേതൃത്വം നൽകിയത് ഹെൻറി വിവിയൻ ഡെറോസിയോ. നെക്സ്റ്റ് വൺ ഈസ് ധർമ്മസഭ. ധർമ്മസഭ ഫോം ഓൺ 1830 in Calcutta by Raja Radhakant Dev. Dharmasabha formed on 1813 in Calcutta by Raja Radhakant Dev. അടുത്തത് ധർമ്മസഭയാണ്. ധർമ്മസഭ 1830 കൽക്കട്ടയിൽ രാജാ രാധാകാന്ത് ദേവാണ് സ്ഥാപിച്ചത്. ധർമ്മസഭ 1830 കൽക്കട്ടയില് രാജാ രാധാകാന്ത് ദേവാണ് സ്ഥാപിച്ചത്. നെക്സ്റ്റ് വൺ ഈസ് തത്വബോധിനി സഭ. തത്വബോധിനി സഭ ഫോംഡ് ഓൺ 1839 at Calcutta by ദേവേന്ദ്രനാഥ ടാഗോർ. തത്വബോധിനി സഭ ഫോംഡ് ഓൺ 1839 at Calcutta by ദേവേന്ദ്രനാഥ ടാഗോർ. അടുത്തത് തത്വബോധിനി സഭയാണ്. തത്വബോധിനി സഭ 1839 കൽക്കട്ടയിലാണ് സ്ഥാപിച്ചത്. തത്വബോധിനി സഭ 1839 കൽക്കട്ടയിലാണ് സ്ഥാപിതമായത്. അതിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. ദേവേന്ദ്രനാഥ ടാഗോർ. അപ്പോൾ തത്വബോധിനി സഭ 1839 കൽക്കട്ടയിൽ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ. Next one is Nirangari movement. Nirangari movement formed in the late 1840s in Punjab by Dayal Das. The Nirangari movement formed in the late 1840s in Punjab region by Dayal Das. അടുത്തത് നിരങ്കാരി മൂവ്മെന്റ്, നിരങ്കാരി പ്രസ്ഥാനം എന്നതാണ്. 1840 അവസാനം പഞ്ചാബ് ഭാഗത്തായിട്ട് ദയാൽ ദാസ് എന്നയാളുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടതാണ് നിരങ്കാരി മൂവ്മെന്റ്. അപ്പോൾ നിരങ്കാരി മൂവ്മെന്റ് രൂപം കൊള്ളുന്നത് 1840-കളിലാണ്. 1840-കളിൽ നിരങ്കാരി മൂവ്മെന്റ് എവിടെയാണ് രൂപം കൊള്ളുന്നത്? പഞ്ചാബിലാണ് രൂപം കൊള്ളുന്നത്. അതിന് നേതൃത്വം നൽകിയതാണ് ദയാൽ ദാസ്. ദയാൽദാസ് ആണ് 1840-കളിൽ പഞ്ചാബില് നിരങ്കാരി മൂവ്മെന്റിന് നേതൃത്വം നൽകിയത്. നെക്സ്റ്റ് വൺ ഈസ് മാനവ് ധർമ്മ സഭ. മാനവ് ധർമ്മ സഭ ഫോംഡ് ഓൺ 1844 അറ്റ് സൂററ്റ് ബൈ ദുർഗാറാം മച്റാം. മാനവ് ധർമ്മ സഭ ഫോംഡ് ഓൺ 1844 അറ്റ് സൂററ്റ് by ദുർഗാറാം മച്റാം. അടുത്തത് മാനവധർമ്മസഭയാണ്. മാനവധർമ്മസഭ 1844 സൂററ്റില് ദുർഗാറാം മച്റാം എന്നയാളുടെ നേതൃത്വത്തിൽ വന്നു. മാനവധർമ്മസഭ 1844 സൂററ്റില് ദുർഗാറാം മച്റാം എന്നയാളുടെ നേതൃത്വത്തിലാണ് വന്നത്. നെക്സ്റ്റ് വൺ ഈസ് പരമഹംസ മണ്ഡലി. പരമഹംസ മണ്ഡലി. പരമഹംസ മണ്ഡലി ഫോംഡ് ഓൺ 1849 അറ്റ് ബോംബെ ബൈ ദഡോബ പാണ്ഡുരംഗ്. പരമഹംസ മണ്ഡലി ഫോംഡ് ഓൺ 1849 അറ്റ് ബോംബെ ബൈ ദഡോബ പാണ്ഡുരംഗ്. അടുത്തത് പരമഹംസ മണ്ഡലി എന്നതാണ്. പരമഹംസ മണ്ഡലി 1849 ബോംബെയില് ദഡോബ പാണ്ഡുരംഗാണ് സ്ഥാപിച്ചത്. പരമഹംസ മണ്ഡലി 1849 ബോംബെയില് ദഡോബ പാണ്ഡുരംഗാണ് സ്ഥാപിച്ചത്. ഇനി പരമഹംസ മണ്ഡലി എന്ന പ്രസ്ഥാനം ഉണ്ടാകാൻ അതിന് പ്രചോദനമായത് മാനവധർമ്മസഭയാണ്. മാനവധർമ്മസഭയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പരമഹംസ മണ്ഡലി രൂപം കൊള്ളുന്നത്. അപ്പോൾ പരമഹംസ മണ്ഡലി 1849 രൂപം കൊള്ളുന്നത്.
ഇതെവിടെയാണ് രൂപം കൊള്ളുന്നത്? ബോംബെയിലാണ് രൂപം കൊള്ളുന്നത്. അതിന് നേതൃത്വം നൽകിയത് ദഡോബ പാണ്ഡുരംഗ് ആയിരുന്നു. ഇനി ഏത് പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പരമഹംസ മണ്ഡലി രൂപം കൊള്ളുന്നത്? മാനവധർമ്മസഭ. മാനവധർമ്മസഭയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പരമഹംസ മണ്ഡലി രൂപീകരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് നാംധാരി മൂവ്മെന്റ്. നാംധാരി മൂവ്മെന്റ് ഫോംഡ് ഓൺ 1815, late 1850s in Punjab by Balak Singh and Ram Singh. Namdhari movement was formed on 1850s in Punjab by Balak Singh and Ram Singh. അടുത്തത് നാംധാരി പ്രസ്ഥാനമാണ്. നാംധാരി പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് 1850കളിലാണ്, അല്ലെങ്കിൽ 1857 എന്ന് ചിലയിടത്ത് പരാമർശവുമുണ്ട്. അപ്പൊ 1857 അല്ലെങ്കിൽ 1850കളിൽ 1850കളിൽ അല്ലെങ്കിൽ 1857 പഞ്ചാബിൽ രൂപം കൊള്ളുന്ന പ്രസ്ഥാനമാണ് നാംധാരി പ്രസ്ഥാനം. 1850കളിൽ അല്ലെങ്കിൽ 1857 പഞ്ചാബിൽ രൂപം കൊള്ളുന്ന പ്രസ്ഥാനമാണ് നാംധാരി പ്രസ്ഥാനം. അതിന് നേതൃത്വം നൽകിയവരാണ് ബാലക് സിംഗും രാം സിംഗും. ബാലക് സിംഗും രാം സിംഗുമാണ് ഇതിന് നേതൃത്വം നൽകിയത്? നാംധാരി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ നാംധാരി പ്രസ്ഥാനം 1850 അല്ലെങ്കിൽ 1857. എവിടെയാണ്? പഞ്ചാബില്. ആരാണ് നേതൃത്വം നൽകുന്നത്? ബാലക് സിംഗും രാം സിംഗും. നെക്സ്റ്റ് വൺ ഈസ് വേദ സമാജ്. വേദ സമാജ് ഫോംഡ് ഓൺ 1864 in Madras by Sridharlu Naidu and Keshav Chandra Sen. Veda Samaj formed on 1864 in Madras by Sridharlu Naidu and Keshav Chandra Sen. അടുത്തത് വേദസമാജമാണ്. വേദസമാജം 1864 മദ്രാസിൽ ശ്രീധർലു നായിഡുവും കേശവചന്ദ്ര സെന്നും ചേർന്നാണ് സ്ഥാപിക്കുന്നത്. വേദസമാജം 1864 മദ്രാസിൽ ശ്രീധർലു നായിഡുവും കേശവചന്ദ്ര സെന്നും ചേർന്നാണ് സ്ഥാപിക്കുന്നത്. ഇനി കേശവചന്ദ്ര സെൻ ഇല്ല എങ്കിൽ ഉത്തരമെങ്കിൽ ശ്രീധർലു നായിഡു മാത്രമാണെങ്കിലും ഉത്തരം കറക്റ്റാണ്. അപ്പോൾ വേദസമാജം സ്ഥാപിതമാകുന്നത് 1864 മദ്രാസിലാണ്. അതിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ശ്രീധർലു നായിഡുവും കേശവചന്ദ്ര സെന്നും. ഇപ്പോൾ വേദസമാജം 1864 മദ്രാസില് ശ്രീധർലു നായിഡുവും കേശവചന്ദ്ര സെന്നും. നെക്സ്റ്റ് വൺ ഈസ് പ്രാർത്ഥന സമാജ് ഓർ പ്രയർ സൊസൈറ്റി ഇൻ 1867. പ്രാർത്ഥന സമാജ് ഓർ പ്രയർ സൊസൈറ്റി. ഇറ്റ് വാസ് ഫോംഡ് ഓൺ 1867 in Bombay by Dr. Atmaram Panduran. In 1867 in Bombay, Prarthana Samaj formed by Dr. Atmaram Panduran. One of the famous of this society was M.G. Ranade, Mahadeva Govinda Ranade. He was one of the famous reformers of this society. അടുത്തതായി നമുക്ക് പ്രാർത്ഥന സമാജം പരിചയപ്പെടാം. പ്രാർത്ഥന സമാജം അല്ലെങ്കിൽ പ്രയർ സൊസൈറ്റി. പ്രാർത്ഥന സമാജം അല്ലെങ്കിൽ പ്രയർ സൊസൈറ്റി 1867 ബോംബെയിൽ ഡോക്ടർ ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥന സമാജ് അല്ലെങ്കിൽ പ്രയർ സൊസൈറ്റി സ്ഥാപിച്ചത്. 1867 ബോംബെയിൽ ഡോക്ടർ ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥന സമാജ് അല്ലെങ്കിൽ പ്രയർ സൊസൈറ്റി രൂപീകരിച്ചത്. ഇനി പ്രാർത്ഥന സമാജിന്റെ ഏറ്റവും അറിയപ്പെടുന്ന നവോത്ഥാന നായകരിൽ ഒരാളായിരുന്നു M.G. റാനഡെ, മഹാദേവ ഗോവിന്ദ റാനഡെ. അപ്പോൾ പ്രാർത്ഥന സമാജ് അല്ലെങ്കിൽ പ്രയർ സൊസൈറ്റി എന്നാണ് രൂപം കൊള്ളുന്നത് 1867 ബോംബെയിൽ. ആരാണ് സ്ഥാപിച്ചത്? ഡോക്ടർ ആത്മാറാം പാണ്ഡുരംഗ്. ഇനി പ്രാർത്ഥന സമാജത്തിന്റെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള നേതാക്കളിൽ ഒരാൾ ആരായിരുന്നു? മഹാദേവ ഗോവിന്ദ റാനഡെ അല്ലെങ്കിൽ M.G. റാനഡെ. നെക്സ്റ്റ് വൺ ഈസ് പൂനെ സാർവജനിക് സഭ. പൂനെ സാർവജനിക് സഭ. It was formed on 1870 in Maharashtra by M.G. Ranade
GV Joshi and Chiplankar, H. Chiplankar. Pune Sarvajanik Sabha formed on 1870 in Maharashtra by M.G. Ranade and G.V. Joshi and H. Chiplankar. The first president of Purve Sarvajanik Sabha was Bhavan Rao Pant Prathinidhi. The first president of Pune Sarvajanik Sabha was Bhavan Rao Pant Prathinidhi. In 2016, Meera Pavagi elected as its first woman president. In 2016, Meera Pavagi elected as the first woman president of Pune Sarvajanik Sabha. അടുത്തത് പൂനെ സാർവജനിക് സഭയാണ്. പൂനെ സാർവജനിക് സഭ 1870 മഹാരാഷ്ട്രയിലാണ് രൂപം കൊള്ളുന്നത്. പൂന സാർവജനിക് സഭ 1870 മഹാരാഷ്ട്രയിലാണ് രൂപം കൊള്ളുന്നത്. അതിന് നേതൃത്വം നൽകിയവരാണ് M.G. റാനഡെ, G.V. ജോഷി, H. ചിപ്ലങ്കർ. M.G. റാനഡെ, G.V. ജോഷി, H. ചിപ്ലങ്കർ. ഇപ്പോൾ പൂനെ സാർവജനിക് സഭ 1870 മഹാരാഷ്ട്രയിലാണ് രൂപം കൊള്ളുന്നതെന്ന് പറഞ്ഞു. ആരൊക്കെയാണ് നേതൃത്വം നൽകുന്നത്? M.G. റാനഡെ, G.V. ജോഷി, H. ചിപ്ലങ്കർ. ഇനി പൂനെ സാർവജനിക് സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ഭവാൻ റാവു പന്ത് പ്രതിനിധി. പൂനെ സാർവജനിക് സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ഭവാൻ റാവു പന്ത് പ്രതിനിധി. 2016 മീര പവാഗി പൂനെ സാർവജനിക് സഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2016 മീര പവാഗി പൂനെ സാർവജനിക് സഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പൊ പൂനെ സാർവജനിക് സഭ 1870 മഹാരാഷ്ട്രയിലാണ്. നേതൃത്വം കൊടുക്കുന്നത് M.G. റാനഡെ, G.V. ജോഷി, H. ചിപ്ലങ്കർ. ആദ്യത്തെ പ്രസിഡന്റ് ഭവാൻ റാവു പന്ത് പ്രതിനിധിയാണ്. 2016 മീര പവാഗി ആദ്യത്തെ വനിതാ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. നെക്സ്റ്റ് വൺ ഈസ് സത്യശോധക് സമാജ് ഇൻ 1873. സത്യശോധക് സമാജ് ഇൻ 1873. Satyashodhak Samaj was formed on 1873 in Pune by Jyotirao Phule. In 1873 in Pune by Jyotirao Phule. He is otherwise known as Jyotiba Phule or Govindarao Phule or Mahatma Phule. So Satyashodhak Samaj was formed in 1873 in Pune by Jyotirao Phule. He is otherwise known as Jyotiba Phule, Govindarao Phule, Mahatma Phule in other names. Jyotirao Phule and his wife Savitribai Phule opened the first school for girls in Pune in 1848. Jyotirao Phule and his wife Savitribai Phule opened the first native school for girls in Pune in 1848. അടുത്തത് സത്യശോധക് സമാജാണ്. 1873 സത്യശോധക് സമാജ് രൂപം കൊള്ളുന്നത്. 1873 1873 പൂനെയിലാണ് സത്യശോധക് സമാജ് രൂപം കൊള്ളുന്നത്. സത്യശോധക് സമാജ് രൂപീകരിച്ചത് ജ്യോതിറാവു ഫുലെയായിരുന്നു. അപ്പോൾ 1873 പൂനെയിലെ ജ്യോതിറാവു ഫുലെയാണ് എന്ത് സ്ഥാപിച്ചത്? സത്യശോധക് സമാജ് രൂപീകരിച്ചത്. ഇനി ജ്യോതിറാവു ഫുലെയുടെ മറ്റു പേരുകളായിരുന്നു ജ്യോതിബ ഫുലെ, ഗോവിന്ദറാവു ഫുലെ, മഹാത്മാ ഫുലെ തുടങ്ങിയത്. ജ്യോതിറാവു ഫുലെയുടെ മറ്റു പേരുകളായിരുന്നു ജ്യോതിബ ഫുലെ, ഗോവിന്ദറാവു ഫുലെ, മഹാത്മാ ഫുലെ. ഇനി ജ്യോതിറാവു ഫുലെയും അദ്ദേഹത്തിന്റെ പത്നിയായിരുന്ന സാവിത്രിബായി ഫുലെയും ചേർന്ന് 1848 പൂനെയിലാണ് പെൺകുട്ടികൾക്കായി ആദ്യമായി ഇന്ത്യയിൽ ഒരു സ്കൂൾ തുടങ്ങുന്നത്. ഇന്ത്യക്കാരാൽ സ്ഥാപിതമായ ഒരു സ്കൂൾ തുടങ്ങുന്നത്. ജ്യോതിറാവു ഫുലെയും അദ്ദേഹത്തിന്റെ പത്നിയായ സാവിത്രിബായി ഫുലെയും ചേർന്ന്
1848 പൂനെയിലാണ് ആദ്യമായി ഒരു ഇന്ത്യക്കാരാൽ തുറക്കപ്പെട്ട സ്കൂൾ, ഒരു ഇന്ത്യക്കാർ തുടങ്ങുന്ന സ്കൂൾ. ആർക്ക് വേണ്ടി? പെൺകുട്ടികൾക്ക് വേണ്ടി തുടങ്ങുന്നത് 1848 പൂനെയിൽ. അപ്പോൾ സത്യശോധക് സമാജ് രൂപം കൊള്ളുന്നത് 1873 പൂനെയിലാണ്. അത് തുടങ്ങിയത് ജ്യോതിറാവു ഫുലെയാണ്. അദ്ദേഹത്തിന്റെ മറ്റു പേരുകളായിരുന്നു എന്തൊക്കെ? ജ്യോതിബാ ഫുലെ, ഗോവിന്ദറാവ് ഫുലെ, മഹാത്മാ ഫുലെ. ഇനി ജ്യോതിറാവു ഫുലെയും അദ്ദേഹത്തിന്റെ പത്നി സാവിത്രിബായി ഫുലെയും ചേർന്ന് 1848 പൂനെയിൽ ഇന്ത്യക്കാരാൽ ആദ്യമായി ഒരു സ്കൂൾ തുടങ്ങി പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇത്രയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. നമുക്ക് ഇതുവരെ പറഞ്ഞത് നമുക്ക് ഇയർ വൈസ് ആയിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് രൂപം കൊള്ളുന്നത്, അതിനു മുമ്പ് ഇന്ത്യൻ റിനൈസൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ റിനൈസൻസിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് വെസ്റ്റ് ബംഗാൾ. ഇനി ആദ്യമായി രൂപം കൊള്ളുന്ന സംഘടന ഏതാണ് ഈ കൂട്ടത്തില്? 1802 സ്വാമി നാരായൺ മൂവ്മെന്റ് ആണ്. എവിടെയാണ്? ഗുജറാത്തില്. സ്ഥാപിച്ചത് സ്വാമി സഹജാനന്ദ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റു പേരെന്തായിരുന്നു? ഘൻശ്യാം പാണ്ഡെ. അപ്പൊ അതായിരുന്നു ആദ്യത്തത് 1802. 1802 ശേഷം 1815 രാജാറാം മോഹൻ റോയ് കൽക്കട്ടയിൽ എന്ത് സ്ഥാപിച്ചു? ആത്മീയ സഭ. അതിനുശേഷം 1820 ഛത്തീസ്ഗഡില് ഘാസിദാസ് എന്ത് സ്ഥാപിച്ചു? സത്നാമി മൂവ്മെന്റ്. 1828 കൽക്കട്ടയിലെ രാജാറാം മോഹൻ റോയ് എന്താണ് സ്ഥാപിച്ചത്? ബ്രഹ്മസഭ അല്ലെങ്കിൽ ബ്രഹ്മസമാജ്. അത് എന്നാണ് ബ്രഹ്മസമാജ് എന്ന് പേര് മാറ്റിയത്? 1830. 1866 ബ്രഹ്മസമാജം എത്രയായി പിരിഞ്ഞു? 2 പിരിഞ്ഞു. ആദ്യ ബ്രഹ്മസമാജം എന്ന് ദേവേന്ദ്രനാഥ ടാഗോറിന്റെ കീഴിലും ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവചന്ദ്ര സെന്നിന്റെ കീഴിലും. ഇനി 1870 വീണ്ടും ഒരെണ്ണം കൂടെ രൂപപ്പെട്ടു. ഏതായിരുന്നത്? സാധാരണ ബ്രഹ്മസമാജം. ആരായിരുന്നതിന് നേതൃത്വം കൊടുത്തത്? ആനന്ദമോഹൻ ബോസും ശിവനാരായൺ ശാസ്ത്രിയും. ഇനി 1820 1830 കാലഘട്ടത്തിൽ കൊൽക്കത്ത ബേസ് ചെയ്തുണ്ടായ യങ് ബംഗാൾ മൂവ്മെന്റിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഹെൻറി വിവിയൻ ഡെറോസിയോ. ഇനി 1830 തന്നെ കൽക്കട്ടയിൽ തന്നെ രൂപീകരിച്ച മറ്റൊരു സംഘടനയാണ് ധർമ്മസഭ. ആരാണ് നേതൃത്വം കൊടുത്തത്? രാജാ രാധാകാന്ത് ദേവ്. ഇനി 1830 ശേഷം 1839 കൽക്കട്ടയിൽ വീണ്ടും ഒരു സംഘടന സ്ഥാപിച്ചു, തത്വബോധിനി സഭ. ആരായിരുന്നത്? ദേവേന്ദ്രനാഥ ടാഗോർ. ഇനി അതിനുശേഷം 1844 സൂററ്റില് മാനവധർമ്മ സഭ സ്ഥാപിച്ചു. ആര്? ദുർഗാറാം മച്ചറാം. അതിനുശേഷം 1840 തന്നെ, അല്ലെങ്കിൽ 1840 അവസാന കാലഘട്ടത്തിൽ തന്നെ പഞ്ചാബ് കേന്ദ്രീകൃതമാക്കി വന്ന സംഘടനയാണ് നിരങ്കാരി മൂവ്മെന്റ്. അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ദയാൽദാസ്. നിരങ്കാരി മൂവ്മെന്റ് 1840 പഞ്ചാബിൽ നേതൃത്വം കൊടുത്തത് ദയാൽദാസ്. ഇനി അതിനുശേഷം 1849 പരമഹംസ മണ്ഡലി. 1849 പരമഹംസ മണ്ഡലി രൂപം കൊണ്ടു. എവിടെയാണ്? ബോംബെയിലാണ്. ആരാണ് അതിന് നേതൃത്വം കൊടുത്തത്? ദഡോബ പാണ്ഡുരംഗ്. ദഡോബ പാണ്ഡുരംഗ്. ഇനി അതിനുശേഷം 1850 അല്ലെങ്കിൽ 1857 എന്ത് രൂപം കൊണ്ടു? നാംധാരി മൂവ്മെന്റ് രൂപം കൊണ്ടു. എവിടെയാണ്? പഞ്ചാബില്. ആരൊക്കെയാണ് നേതൃത്വം കൊടുത്തത്? ബാലക് സിംഗും രാം സിംഗും. അതിനുശേഷം 1864 എന്ത് രൂപം കൊണ്ടു? വേദസമാജം. എവിടെ? മദ്രാസിൽ. ആരൊക്കെയായിരുന്നു? ശ്രീധർലു നായിഡുവും കേശവചന്ദ്ര സെന്നും. അതിനുശേഷം 1867 പ്രാർത്ഥനാ സമാജ് അല്ലെങ്കിൽ പ്രയർ സൊസൈറ്റി രൂപം കൊണ്ടു. എവിടെ? ബോംബെയിൽ. ആരാണ് നേതൃത്വം കൊടുത്തത്? ഡോക്ടർ ആത്മാറാം പാണ്ഡുരംഗ്. അതിനുശേഷം 1870 പൂനെ സാർവജനിക് സഭ രൂപം കൊള്ളുന്നു മഹാരാഷ്ട്രയിൽ. ആരൊക്കെയായിരുന്നു നേതൃസ്ഥാനത്ത്? MG റാനഡെ, GV ജോഷി, H ചിപ്പലങ്കർ. അതിനുശേഷം 1873 എന്ത് രൂപം കൊള്ളുന്നു? സത്യശോധക് സമാജ്. എവിടെയാണ്? പൂനെയിൽ. ആരാണ് നേതൃത്വം കൊടുക്കുന്നത്? ജ്യോതിറാവു ഫുലെ. So friends, that's all about the first part of the Renaissance and the main organization. The remaining organization we will discuss in our next class. നമ്മൾ പ്രധാനപ്പെട്ട സംഘടനകളുടെ ആദ്യ ഭാഗമാണ് പറഞ്ഞു നിർത്തിയത്.
തുടർന്ന് വരുന്ന വർഷങ്ങളിൽ പ്രധാനപ്പെട്ട സംഘടനകളെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. നന്ദി.